കോൺഗ്രസിനെതിരെ തുറന്നടിച്ച് ശശി തരൂർ എം പി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്നെ ക്ഷണിച്ചില്ലെന്നും തരൂർ, നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെന്നത് സത്യമാണെന്നും രാഷ്ട്രം കഴിഞ്ഞേ രാഷ്ട്രീയമുള്ളൂവെന്നും ആവർത്തിച്ച് ശശി തരൂർ. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഒരിക്കൽ കൂടി ശശി തരൂർ തന്റെ നിലപാട് വ്യക്തമാക്കുന്നു. രാഷ്ട്രം കഴിഞ്ഞേ രാഷ്ട്രീയമുള്ളൂ എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നതോടൊപ്പം തന്നെ കോൺഗ്രസിനെതിരെയുള്ള ഒരു തുറന്ന പോര്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളൊരു തുറന്നു പറച്ചിലേക്കും തരൂർ എത്തി നിൽക്കുകയാണല്ലേ? തീർച്ചയായിട്ടും രോഹിണി, ശശി തരൂർ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ 16 ദിവസമായിട്ട് തരൂർ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് വിദേശ രാജ്യങ്ങളിൽ, ഈ സിന്ദൂറിൻ്റെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ പര്യടനത്തിലായിരുന്നു. അപ്പോൾ ആ 16 ദിവസം ഒരുപക്ഷെ നമുക്കറിയാം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടക്കുന്നൊരു സമയം കൂടിയാണ്. പക്ഷേ ഒരുപക്ഷെ ആ സമയം, അതായത് 16 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും തരൂരിനെ നിലമ്പൂർ പ്രചരണത്തിന് വേണ്ടിയിട്ട് വിളിച്ചിരുന്നുവെങ്കിൽ പോകുമായിരുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കോൺഗ്രസിനെതിരെ വീണ്ടും ഒരു തുറന്നടിച്ച നിലപാടുമായിട്ട് ശശി തരൂർ രംഗത്തെത്തിയിരിക്കുകയാണ്. എല്ലാ കാലഘട്ടത്തിലും സംഘടനയോടുള്ള, അല്ലെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും രാഷ്ട്രീയ പാർട്ടിയോടുള്ള ഭിന്നാഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ചകൾക്കപ്പുറത്തേക്കത് ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ വരെ തുറന്നു പറയുന്നൊരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ക്ഷണിച്ചില്ല എന്ന് അദ്ദേഹം തുറന്നു തന്നെ പറയുന്നൊരു ഘട്ടമാണ് ഇന്ന് എത്തിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഇപ്പോൾ നിലമ്പൂർ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് തുറന്നു പറച്ചിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്ന വാർത്തകളാണ്. ജനൻ ടിവി ഉൾപ്പെടെ ഈ വാർത്ത പുറത്തുവിട്ടതുമാണ്. തരൂരിനെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നിന്നും ഒഴിവാക്കുന്നു, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നൊക്കെ ഒഴിവാക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവിട്ടതാണ്. അതോടൊപ്പം തന്നെ ഈ തരൂർ ബി ജെ പിയിലേക്കോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഒരു ഒഴിഞ്ഞു മാറിയിട്ടുള്ളൊരു ഉത്തരമായിരുന്നു മറുപടി നൽകിയത്. ഇങ്ങനെയായിരുന്നു പറഞ്ഞത്: എൻ്റെ ലൈൻ എവിടെയും മാറിയിട്ടില്ല. പ്രധാനമന്ത്രിയോട് സംസാരിച്ചത് ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, മറ്റു വിഷയങ്ങൾ സംസാരിച്ചിട്ടില്ല. ആഭ്യന്തര രാഷ്ട്രീയ വിഷയങ്ങൾ പ്രധാനമന്ത്രിയുമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. ഈ കേരളത്തിന് വേണ്ടി, അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ പ്രതിനിധിയായിട്ട് പങ്കെടുത്തിട്ടുള്ള ആളാണ് ശശി തരൂർ. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും രാഷ്ട്രീയം മറന്നുകൊണ്ട് ദേശീയതയ്ക്കൊപ്പം, അല്ലെങ്കിൽ ദേശീയത എന്ന ആശയത്തോടൊപ്പം രാഷ്ട്രത്തോടൊപ്പം നിൽക്കുക എന്നത് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ, ഭാരതത്തിൻ്റെ പൗരൻ എന്ന നിലയിൽ താൻ അതിൽ കടപ്പെട്ടിരിക്കുന്നു എന്നൊരു മറുപടി കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ദേശീയതയുടെ നിലപാടിനോടൊപ്പം എന്ന് അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ സമയത്ത് തന്നെ ഇത്തരത്തിൽ തൻ്റെ പാർട്ടിയുടെ, അല്ലെങ്കിൽ UDF-നോടുള്ള ഭിന്നാഭിപ്രായം, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പറഞ്ഞു വെക്കുകയാണ് തരൂർ. ഇവിടെ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സിന്ദൂറിന് മുന്നേ തന്നെ തരൂർ പല വേദികളിൽ 2015 ഉൾപ്പെടെ ഈ വിഷയം, അതായത് കോൺഗ്രസിനോട് ഭിന്നാഭിപ്രായം പറയുകയും അതോടൊപ്പം തന്നെ ദേശീയതയ്ക്കൊപ്പം രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്നൊരു ഘട്ടവും കൂടി വന്നിട്ടുണ്ടായിരുന്നു. പല ഘട്ടത്തിലും രാഷ്ട്രീയമായിട്ടുള്ള വലിയ വിവാദങ്ങളും ചർച്ചകളൊക്കെ ആയിട്ടുണ്ടെങ്കിലും തരൂർ ദേശീയത എന്ന ആശയത്തോടൊപ്പം നിൽക്കുന്നു എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ പറയുന്നതോടൊപ്പം 2015 പത്താൻകോട്ട് ആക്രമണവുമായി ബന്ധപ്പെട്ട് എതിർ രാഷ്ട്രത്തെ പോലും, ഈ പാകിസ്ഥാനെ പോലും അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിൻ്റെ ഒരു അന്വേഷണം നടത്തിയത്. അപ്പോൾ ഈ മറ്റ്, അല്ലെങ്കിൽ എതിരെ നിൽക്കുന്ന ആൾക്കാരെ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായം മാത്രം കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംവിധാനങ്ങളോട്, അല്ലെങ്കിൽ അത്തരത്തെ ആശയങ്ങളോട് തരൂരിന് യോജിക്കാൻ കഴിയുമെന്നും കൂടി ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഒരുപക്ഷെ UDF-ന് ലഭിച്ചതൊരു മികച്ച സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥി വിജയിക്കട്ടെ എന്ന് പറയുമ്പോഴും എല്ലാ കാലത്തും സംഘടനയോടും സംഘാടകരോടുള്ള എതിർപ്പുകളും ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. തന്നെ ക്ഷണിച്ചിട്ടില്ല, തന്നെ ഒരു ഫോൺ കോളിൽ പോലും വിളിച്ചിട്ടില്ല. ഫോൺ കോളിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലും താൻ അവിടെ പങ്കെടുക്കുമെന്നായിരുന്നു അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. രോഹിണി. ശരി ടിൻഡു, എന്തായാലും അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് തരൂർ. കോൺഗ്രസിനെതിരെ തുറന്നടിച്ച് ശശി തരൂർ എം പി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്നെ ക്ഷണിച്ചിട്ടില്ലെന്നും തരൂർ വ്യക്തമാക്കിയിരിക്കുന്നു. നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെന്നത് സത്യമാണെന്നും അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിലപാട് എന്ന് പറയുന്നത് രാഷ്ട്രം കഴിഞ്ഞേ രാഷ്ട്രീയമുള്ളൂ എന്നുമാണ്. അത് ശശി തരൂർ ആവർത്തിച്ചിരിക്കുകയാണ്. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.